നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയറും ബ്രസീലിൻ്റെ മുൻ സൂപ്പർ താരമായിരുന്ന റോബിഞ്ഞോയുടെ മകൻ റോബിഞ്ഞോ ജൂനിയറും തമ്മിൽ ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. അത് വലിയ വിവാദമായിട്ട് ഇങ്ങനെ കത്തി നിൽപ്പാണ്. ഈ വിഷയത്തിൽ വെറുതെ മാപ്പ് പറഞ്ഞുകൊണ്ട് നെയ്മറെ വെറുതെ വിടരുത് എന്ന നിലപാടെടുത്തിരിക്കുന്നത് റോബിഞ്ഞോ സീനിയറാണ്. അതായത് മുൻ സൂപ്പർ താരമായിരുന്ന റോബിഞ്ഞോയാണ്. റോബിഞ്ഞോ ജൂനിയറുടെ പിതാവാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ ലൂക്കാസ് മുസെറ്റി പുറത്തു വിടുന്നത്. അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ്. നമുക്കറിയാലോ, റോബിഞ്ഞോ ഒരു ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ട് മുമ്പ് AC മിലാനിൽ കളിക്കുമ്പോൾ ഉണ്ടായ സംഭവമാണ്. അതിൽ ശിക്ഷിക്കപ്പെട്ട് ഇപ്പോൾ ജയിലിലാണ്. അപ്പോൾ ഇങ്ങനെ ട്രെയിനിങ് ഗ്രൗണ്ടിലുണ്ടായിട്ടുള്ള പ്രശ്നം ലോയേഴ്സ് വഴി റോബിഞ്ഞോ അറിയുകയും നെയ്മറെ വെറുതെ വിടരുത്, വെറുതെ മാപ്പ് പറഞ്ഞുകൊണ്ട് മാത്രം വിടരുത്, ഹെവി ഫൈന് കൊടുക്കണം, മറ്റ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് നിലപാടെടുത്തത് റോബിഞ്ഞോ സീനിയറാണ് എന്നാണ് ലൂക്കാസ് മൊസെറ്റിയുടെ റിപ്പോർട്ട്. പയ്യൻ റോബിഞ്ഞോ ജൂനിയറോട് നെയ്മർ ഓൾറെഡി മാപ്പ് പറഞ്ഞു. അവനതങ്ങ് വിടാൻ തയ്യാറാണ്. പക്ഷേ അച്ഛൻ വിടാൻ തയ്യാറല്ലാത്തത് കൊണ്ട് പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇത് അത്ര സിമ്പിൾ വിഷയമായിട്ടല്ല സാൻഡോസ് ഇപ്പോൾ കാണുന്നവർക്ക് ഒരു കംപ്ലൈൻറ്റ് കിട്ടിയത് കൊണ്ട് അവരതിൽ അന്വേഷണം ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ കടുത്ത ഫൈൻ വരാനുള്ള സാധ്യതയുണ്ട്. കോൺട്രാക്റ്റ് ടെർമിനേഷൻ്റെ സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്ന് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. ഇന്ന് റിക്കൊലാറ്റയുമായിട്ട് സാൻഡോസിന് കളിയുണ്ട്. പരാഗ്വൻ ക്ലബ്ബാണ് കൊപ്പ സുഡാമേരിക്കാനയിൽ. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ രാവിലെയാണ് ആ കളി നടക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നെയ്മറും റോബിഞ്ഞോ ജൂനിയറും ഒക്കെ ഇപ്പോൾ പരാഗ്വയിലാണുള്ളത്. പക്ഷേ ടീമിനുള്ളിൽ ഈ പ്രശ്നം ഇങ്ങനെ പുകഞ്ഞു നിൽപ്പാണ്. ഇത് ട്രെയിനിങ് ഗ്രൗണ്ടിൽ സംഭവിച്ചൊരു കാര്യം ഡ്രസ്സിംഗ് റൂമിൽ തന്നെ പറഞ്ഞ് തീർക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പുറത്തേക്ക് കൊണ്ടുപോയത് ശരിയായില്ല എന്ന തരത്തിൽ റോബിഞ്ഞോ ജൂനിയർക്കെതിരെ സാൻഡോസിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ എതിർപ്പുകളുണ്ട് എന്ന റിപ്പോർട്ട് കൂടി ഗ്ലോബോ പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ സംഭവം ആകെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്നർത്ഥം. എന്നാൽ നമ്മൾ ലൂക്കാസ് മൊസെറ്റിയുടെ റിപ്പോർട്ട് ആദ്യം നോക്കുകയാണ്. അതിൽ പറയുന്നത് റോബിഞ്ഞോയുടെ പിതാവ്, ഫോർമർ പ്ലെയർ റോബിഞ്ഞോ, അതായത് റോബിഞ്ഞോ ജൂനിയറുടെ പിതാവ് മുൻ താരമായ റോബിഞ്ഞോ ഈ വിഷയം ജയിലിൽ വെച്ച് അറിഞ്ഞു ത്രൂ ലോയേഴ്സ്. അപ്പോൾ നെയ്മറുടെ അഗ്രഷൻ, തൻ്റെ മകനെതിരെയുള്ള നെയ്മറുടെ അഗ്രഷൻ അദ്ദേഹത്തിന് ഒട്ടും പിടിച്ചിട്ടില്ല. മുൻ സ്ട്രൈക്കറായ റോബിഞ്ഞോ സീനിയർ ഈ കേസ് വെറുതെ ഒരു അപ്പോളജിയിൽ ഒതുക്കരുത് എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഇത്രയധികം ദേഷ്യം അദ്ദേഹത്തിന് വരാനുള്ള കാരണം റോബിഞ്ഞോ പ്രതീക്ഷിച്ചത് നെയ്മർ ജൂനിയർ തൻ്റെ മകനൊരു ഗോഡ് ഫാദർ പോലെ ആയിരിക്കും എന്നാണ്. നേരത്തെ നെയ്മർക്ക് അങ്ങനെ ഒരു സംരക്ഷണം റോബിഞ്ഞോ ഒരുക്കിയിട്ടുണ്ടായിരുന്നു നെയ്മറുടെ ചെറുപ്പകാലത്ത്. അതുപോലെ തൻ്റെ മകനെ നെയ്മറും സംരക്ഷിക്കുമെന്നാണ് റോബിഞ്ഞോ കരുതിയിരുന്നത്. റോബിഞ്ഞോക്ക് അതുകൊണ്ട് തന്നെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്, ട്രെയിനിങ്ങിൻ്റെ ഫൂട്ടേജ് ലഭ്യമാവണം എന്ന് അദ്ദേഹം നിലപാടെടുക്കുന്നു. എന്നിട്ട് നെയ്മർ അതിൽ മാപ്പ് പറയുക മാത്രമല്ല, ഹെവി ഫൈൻ നെയ്മർക്ക് കൊടുക്കണം എന്നുള്ളത് കൂടിയാണ് റോബിഞ്ഞോയുടെ നിലപാട്. ഇതിപ്പോൾ റോബിഞ്ഞോ ജൂനിയറുടെ മാത്രം പരിധിയിൽ നിൽക്കുന്ന വിഷയമായിരുന്നെങ്കിൽ ദി കേസ് വുഡ് ബി ക്ലോസ്ഡ്. നെയ്മറുടെ മാപ്പ് പയ്യൻ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ റോബിഞ്ഞോ അങ്ങനെയല്ല കരുതുന്നത്, പിതാവ് അങ്ങനെയല്ല കരുതുന്നത്. ഈ കേസ് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത് എന്ന് ലൂക്കാസ് മൊസെറ്റിയുടെ റിപ്പോർട്ട് പറയുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ലൂക്കാസ് മൊസെറ്റി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റോബിഞ്ഞോ ജൂനിയറുടെ സ്റ്റാഫ് പറയുന്നത് അവർക്കിതുവരെ ട്രെയിനിങ്ങിൽ നെയ്മർ ഈ റോബിഞ്ഞോ ജൂനിയറിനെ അറ്റാക്ക് ചെയ്യുന്ന ഫൂട്ടേജ് ലഭിച്ചിട്ടില്ല. അതിൻ്റെ കാരണം റോബിഞ്ഞോയുടെ സ്റ്റാഫ് പറയുന്നത് സാൻഡോസിന് ആ ഒരു ഫൂട്ടേജ് ലഭ്യമല്ല എന്നാണ് ക്ലബ്ബ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, സംഗതി ഫൂട്ടേജ് ഉണ്ട് എന്ന് ചില റെപ്രസെൻറ്റേറ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫൂട്ടേജ് ഉണ്ട്, പക്ഷേ സാൻഡോസ് കൊടുക്കാതിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ റോബിഞ്ഞോ ജൂനിയറുടെ സ്റ്റാഫ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൽ വളരെ കൃത്യമായിട്ട് നെയ്മർ പയ്യൻ്റെ മുഖത്തടിക്കുന്നതും മറ്റുമൊക്കെ ഉണ്ട്. പക്ഷേ ക്ലബ്ബ് കൊടുക്കാതിരിക്കുകയാണ്. അത് എങ്ങനെയും റിലീസ് ചെയ്യിക്കും എന്നുള്ളതാണ് അവരുടെ സ്റ്റാഫ് നിലപാടെടുത്തിരിക്കുന്നതെന്ന് കൂടി ലൂക്കാസ് മുസെറ്റി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗ്ലോബോയുടെ റിപ്പോർട്ട് പറയുന്നത് റോബിഞ്ഞോ ജൂനിയർ സാൻഡോസ് സ്ക്വാഡിൻ്റെ ഇമേജ് കളങ്കപ്പെടുത്തി എന്ന നിലപാടാണ് പല താരങ്ങൾക്കുമുള്ളത്. കാരണം ഇത്തരം ഇൻസിഡൻസ്
പലപ്പോഴും ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഉണ്ടായാൽ അത് ലോക്കർ റൂമിൽ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതാണ്. ആ ഒരു ട്രസ്റ്റാണ് ഇപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് യുവതാരം. തീർച്ചയായിട്ടും ഈ വിഷയം ടീമിൻ്റെ ഒരു ഡേ ടു ഡേ പ്രോബ്ലം റിസോൾവിങ് രൂപത്തിലെടുക്കുകയും അതവിടെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം ഇത് പുറത്തേക്ക് കൊണ്ടുപോയി വലിയ വിഷയമാക്കിയത് റോബിഞ്ഞോ ജൂനിയറാണ് എന്നുള്ളതാണ് ഇപ്പം സാൻഡോസിലെ മറ്റ് താരങ്ങളുടെ നിലപാട് എന്നുകൂടി ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും ഒരു കോൺട്രാക്റ്റ് ടെർമിനേഷനുള്ള സാധ്യത നിൽക്കുന്നു. അതുപോലെ തന്നെ ഹെവി ഫൈനിനുള്ള സാധ്യത നിൽക്കുന്നു എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ട്. അപ്പോൾ ഇതിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് ഒരൽപ്പം ഉദ്വേഗത്തോടു കൂടിയാണ് ബ്രസീലിയൻ ആരാധകർ കാണുന്നത്. കാരണം വേൾഡ് കപ്പിന് മുമ്പ് നെയ്മർക്കെതിരെ ഇങ്ങനെയുള്ള ഒരു ഡിസിപ്ലിനറി ആക്ഷനൊക്കെ വരികയാണെങ്കിൽ താരത്തിൻ്റെ ഇമേജിനെ അത് ബാധിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.